ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ടെസ്റ്റ്. നമ്മൾ ഇന്നലെ പഠിച്ചു എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആവുക, എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുക. അത് എഫ് ഡാഷ് എക്സ് വെച്ച് എങ്ങനെ പറയാൻ പറ്റും നോക്കാം. ഒരു ഫംഗ്ഷൻ എഫ്, ആ എഫ് ഡിഫറൻഷ്യബിൾ ആണ്, ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എഫ് എന്നുള്ള ഫംഗ്ഷൻ ഈ എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ ഇൻക്രീസിങ് ആണ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഈ സിമ്പിൾ ഇട്ട് വെക്കുന്നുണ്ട്, എഫ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ ഇൻക്രീസിങ് ആണ് എന്ന് പറയുകയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആവണം. ഓക്കെ, അതിനാണ് നമ്മൾ ആദ്യം എന്ത് പറഞ്ഞ് എഫ് ഡിഫറൻഷ്യബിൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ച്. എഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ, എഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ, ദെൻ ആ എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ എഫ് ഇൻക്രീസിങ് ആണെന്ന് പറയുകയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് നോട്ട് ഗ്രേറ്റർ ദാൻ 0 ആവണം. ആ എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ എഫ് ഡിക്രീസിങ് ആണ് എന്ന് പറയുകയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് നോട്ട് ലെസ് ദാൻ 0 ആവണം. ഓക്കെ, ആ എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ എഫ് ഡാഷ് എക്സ് ഈക്വൽ എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ, എഫ് ഡാഷ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ ഒന്നും പറയാൻ പറ്റൂല. ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ ഒന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ ആവാം, ചിലപ്പോൾ ആവാതിരിക്കുക, പക്ഷെ ഒന്നും നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, അത് ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ, അത് ലോക്കൽ മാക്സിമോ ലോക്കൽ മിനിമം അല്ലേ ആവുക. അങ്ങനെയല്ല, ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ നിലവിൽ പറയാൻ പറ്റില്ല, അത്ര മാത്രമേ ഉള്ളൂ. അഥവാ അപ്പോൾ ഇതൊക്കെ പറഞ്ഞത് അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിന്റെ കാര്യമാണ്. പൊതുവെ ചുരുക്കത്തിൽ ഒരു ഫംഗ്ഷൻ മൊത്തത്തിൽ ഇൻക്രീസിങ് ആണെന്ന് പറയുകയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ടോട്ടലി ഇൻക്രീസിങ് ആണ്. ടോട്ടലി ഇൻക്രീസിങ് ആണെന്ന് പറയണമെങ്കിൽ എഫ് ഡാഷ് എക്സ് എല്ലാ സമയത്തും ഗ്രേറ്റർ ദാൻ 0 ആവണം. ആ ഫംഗ്ഷൻ ടോട്ടലി ഡിക്രീസിങ് ആണെന്ന് പറയുകയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് എല്ലാ സമയത്തും ലെസ് ദാൻ 0 ആവണം. ആ ഫംഗ്ഷൻ ടോട്ടലി ഇൻക്രീസിങ് ആണ്, മുഴുവൻ ഭാഗത്തും ആ ഇന്റർവെല്ലിന്റെ മുഴുവൻ ഭാഗത്തും ഒരു പോയിന്റിൽ മാത്രമല്ല എല്ലാ ഭാഗത്തും ഇൻക്രീസിങ് ആണെന്ന് പറയണമെങ്കിൽ എഫ് ഡാഷ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആവണം. ആ ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എല്ലാ സമയത്തും ആ ഫംഗ്ഷൻ ഇതേപോലെ ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് നിലവിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഓക്കെ, മാത്രമല്ല ആ ഫംഗ്ഷൻ എഫ് ഡാഷ് എക്സ് 0 ആണ് എല്ലാ ഭാഗത്തെങ്കിലും, മുഴുവൻ ഭാഗത്തും എഫ് ഡാഷ് എക്സ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ആയിരിക്കും. കണ്ടോ, ഇതേപോലെ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഡാഷ് എക്സ് ഏതെങ്കിലും ഒരു പോയിന്റിലല്ല, തൊട്ട് മുമ്പ് പറഞ്ഞ എന്താ നോക്കൂ, എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ എഫ് ഡാഷ് എക്സ് നോട്ട് 0 ആണെങ്കിൽ ഒരു പോയിന്റിലാണിത്. അറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ടിൽ എഫ് ഡാഷ് എക്സ് നോട്ട് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ ഒന്നും പറയാൻ പറ്റൂല. നേരെ മറിച്ച് എഫ് ഡാഷ് എക്സ് എല്ലാ സമയത്തും 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ഫംഗ്ഷൻ നോക്കൂ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 5 മൈനസ് എക്സ് ക്യൂബ് മൈനസ് 2x സ്ക്വയർ. ഈ ഫംഗ്ഷൻ അറ്റ് എക്സ് ഈക്വൽ ടു -2ൽ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കണം. അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് എക്സ് നോക്കാം ആദ്യം. എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 5 എക്സ് റൈസ് ടു 4 മൈനസ് 3x സ്ക്വയർ പ്ലസ് 4x, ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ എഫ് ഡാഷ് ഓഫ് -2 എന്തായിരിക്കും വരിക? 5 ഇൻറ്റു -2 ഹോൾ റൈസ് ടു 4 3 ഇൻറ്റു -2 ഹോൾ സ്ക്വയർ 4 ഇൻറ്റു -2 ഈക്വൽ ടു 5 ഇൻറ്റു 2 റൈസ് ടു 4 എന്ന് പറയുമ്പോൾ 16 മൈനസ് 3 ഇൻറ്റു 4 മൈനസ് 4 ഇൻറ്റു 2 മൈനസ് 8 ദാറ്റ് ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു 5 80 മൈനസ് 12 പ്ലസ് 8. ഈ വാല്യൂ ഉറപ്പായിട്ടും ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഇതൊരു പോസിറ്റീവ് വാല്യൂ അല്ലേ? 80 മൈനസ് 12 എന്ന് പറയുമ്പോൾ 68, 68ഉം 8ഉം 76, 76 എന്ന് പറയുമ്പോൾ അത് ഗ്രേറ്റർ ദാൻ 0 അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും അറ്റ് എക്സ് ഈക്വൽ ടു -2ൽ എഫ് ഇൻക്രീസിങ് ആണ്. അഥവാ ആ ഫംഗ്ഷൻ ഈ -2 എന്നുള്ള ഭാഗത്ത് ആ ഫംഗ്ഷന്റെ നേച്ചർ ഇങ്ങനെയാണ്, കണ്ടോ, ഇൻക്രീസിങ് ആയിട്ട് പോവാണ്. ഈ ഭാഗത്ത് കണ്ടോ ഇൻക്രീസിങ് അല്ലേ, ഗ്രാഫ് ഉയർന്നു പോവാണ്. അഥവാ -2ന്റെ ആ ചെറിയൊരു നെയ്ബർഹുഡിൽ ആ ഫംഗ്ഷൻ ഗ്രാഫ് ഇൻക്രീസിങ് ആണ് എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അറ്റ് എക്സ് ഈക്വൽ ടു
2ല് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കാൻ കഴിയില്ലേ? ഇതേപോലെ ചെയ്താൽ മതി. ഇതേപോലെ ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണോ ഇൻക്രീസിങ് ആണോ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ പ്രോബ്ലം നോക്കൂ. f of x equal to x square. f of x equal to x square. At x equal to 0ല് ഈ ഫംഗ്ഷന്റെ നേച്ചർ എന്താണെന്ന് നോക്കണം. at x equal 0 നോക്കുമ്പോൾ f dash x കണ്ടു. f dash x കണ്ടപ്പോൾ 2x കിട്ടി. അങ്ങനെയാണെങ്കിൽ f dash of 0 കണ്ടു. ഈക്വൽ ടു 2 into 0 ഈക്വൽ ടു 0. 0 കിട്ടിയ അവസ്ഥക്ക് ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ ഒന്നും പറയാൻ പറ്റൂല. കാരണം നമുക്കറിയാം f of x equal to x square ഗ്രാഫ് എങ്ങനെ വരിക? f of x equal to x square ഗ്രാഫ് ഇതാ ഇങ്ങനെയല്ലേ, ഇവിടെ അല്ലേ? ഈ ഭാഗത്ത് ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല, ഉറപ്പിച്ച് പറയാം നമുക്ക്. ഇവിടുന്ന് എന്താ പറയാൻ പറ്റുള്ളൂ? f dash of 0 ഈക്വൽ ടു 0 ആയതുകൊണ്ട് f ഇൻക്രീസിങ് ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ ഒന്നും പറയാൻ കഴിയില്ല. നമുക്കിത് എന്നും പറയാൻ കഴിയാത്തൊരവസ്ഥ ഇതുള്ളത് അല്ലേ, പറയാൻ കഴിയാത്ത അവസ്ഥയുള്ളത്. പക്ഷെ നമുക്കറിയാം ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല നമുക്കറിയാം. പക്ഷെ ഇയാൾക്ക് ഇതിനെപ്പറ്റി മുൻകൂട്ടി ഒന്നും പറയാൻ കഴിയില്ല. ഇതിനർത്ഥം f dash of 0 ഈക്വൽ 0 ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല എന്നല്ല അർത്ഥം. ഇൻക്രീസിങ് ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ പറയാൻ കഴിയില്ല എന്നാണ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ f of x equal x square ഗ്രാഫിൽ അത് ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും അല്ല ഡിക്രീസിങ്ങും അല്ല. വേറെ ഫംഗ്ഷൻ നോക്കൂ, f of x equal to x cube എടുക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ at x equal 0ല് ഈ ഫംഗ്ഷൻ നേച്ചർ എന്താ നോക്കാം. f of x equal to x cube ഗ്രാഫ് ഇതാ ഇങ്ങനെയായിട്ട് വരിക, ഇങ്ങനെ വരിക. അങ്ങനെയാണെങ്കിൽ f dash of x എന്ന് പറയുമ്പോൾ 3x square, f dash of 0 എന്ന് പറയുമ്പോൾ 3 into 0 square equal to 0. f dash of 0 ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ ഇൻക്രീസിങ്ങും ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ ഒന്നും പറയാൻ കഴിയില്ല. പക്ഷെ ആക്ച്വലി ആ ഫംഗ്ഷൻ എന്ത് തന്നെയാണ്? ഇൻക്രീസിങ് ആണ്. ആക്ച്വലി ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. പക്ഷേ നമുക്ക് എന്ത് പറയാൻ കഴിയില്ല? ഇത്രയും വന്ന ഈ f dash of 0 ഈക്വൽ 0 ആയതുകൊണ്ട് ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണെന്നോ ഡിക്രീസിങ് ആണെന്നോ മുൻകൂട്ടി പറയാൻ പറ്റില്ല. പക്ഷേ f dash of 0 ഈക്വൽ 0 ആയതുകൊണ്ട് ഒറ്റ ഒരു കാര്യം പറയാം, ആ ഫംഗ്ഷൻ ചിലപ്പോൾ ഇൻക്രീസിങ് ആവാം, ചിലപ്പോൾ ഡിക്രീസിങ് ആവാം. കണ്ടോ, ഇൻക്രീസിങ് ആവാം, ചിലപ്പോൾ ഡിക്രീസിങ് ആവാം, ചിലപ്പോൾ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആവാതിരിക്കുക, അങ്ങനെയൊക്കെ ആവാം. ഓക്കെ. ഇനി മറ്റൊരു ഫംഗ്ഷൻ നോക്കൂ. f of x equal to 2x cube minus 12x square plus 6x plus 5 എന്നുള്ള ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷൻ ഞാൻ ചോദിക്കട്ടെ, ഇത് എവിടൊക്കെയാണ് ഇൻക്രീസിങ് ആവുക, എവിടൊക്കെയാണ് ഡിക്രീസിങ് ആവുക? അതോ ഈ ഫംഗ്ഷൻ ആൾവേസ് ഇൻക്രീസിങ് ആണോ, ഈ ഫംഗ്ഷൻ ആൾവേസ് ഡിക്രീസിങ് ആണോ? എങ്ങനെ നോക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യുക f dash x കാണും. f dash x equal to 6x square minus 24x plus 6. നമുക്ക് ഈ ഫംഗ്ഷൻ ചെറുതായിട്ടൊന്ന് മാറ്റാം, ഒരു 18 ആക്കാറ്. 18 ഇതും 18 ആവട്ടോ. ഓക്കെ. അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് f dash x വരിക 6x square minus 24x plus 18 ആവും. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന്റെ f dash x എപ്പോഴൊക്കെയാണ് 0 ആവുക നോക്കി. f dash x എപ്പോഴൊക്കെയാണ് 0 ആവുക വെറുതെ നോക്കി. f dash x എപ്പോഴൊക്കെയാണ് 0 ആവുന്നത്? 6x square minus 24x plus 18 equal to 0 ആവുമ്പോഴല്ലേ. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്ന് ടോട്ടൽ ഞാൻ 6 ഔട്ട്സൈഡ് എടുത്താൽ 6 into x square minus 4x plus 3 equal to 0 ആവുമ്പോഴല്ലേ. അഥവാ x square minus 4x plus 3 equal to 0 ആവുമ്പോഴല്ലേ. അഥവാ ഇത് സോൾവ് ചെയ്യുമ്പോൾ x equal to minus b plus or minus root of b square minus 4ac വെച്ച് ചെയ്യുമ്പോൾ x equal to 1 കിട്ടും 3 കിട്ടും. ഞാൻ എന്ത് ചെയ്യാൻ പോവുക അറിയോ? ഒരു ലൈന് വരക്കാൻ പോവുക. ആ ലൈന് വരച്ച് ഞാൻ 1ഉം 3ഉം മാർക്ക് ചെയ്തു. 1ഉം 3ഉം. ഇവിടെ f of x പ്രത്യേകിച്ച് ഒരു ഇന്റർവെൽ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് റിയൽ നമ്പർ മുഴുവൻ എടുക്കാം. ഓക്കെ. ആ മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇൻഫിനിറ്റി വരെ എടുത്തിട്ട് 1ഉം 3ഉം ഇടക്ക് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 1ന്റെയും മൈനസ് ഇൻഫിനിറ്റിന്റെയും ഇടക്ക് ഒരു നമ്പർ കൊടുക്കൂ. ഇതാണ് നമ്മൾ f dash x. നമ്മൾ f dash x ഇതാണേ.
മൈനസ് ഇൻഫിനിറ്റിൻ്റെയും വണ്ണിൻ്റെയും ഇടക്കുള്ള ഒരു പോയിന്റ് എടുക്കൂ. മൈനസ് ഇൻഫിനിറ്റിൻ്റെയും വണ്ണിൻ്റെയും ഇടക്കുള്ള ഒരു പോയിന്റ് 0 എടുത്തു. ഏതെങ്കിലും ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. 0 എടുക്കുമ്പോൾ അതിന്റെ എഫ് ഡാഷ് ഓഫ് 0 എന്തായിരിക്കും വരിക? 6 ഇൻറ്റു 0 സ്ക്വയർ മൈനസ് 24 ഇൻറ്റു 0 പ്ലസ് 18. അത് പോസിറ്റീവ് അല്ലേ കിട്ടിയത്? അതിനർത്ഥം എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് ആണിത്. ഈ ഒരു ഭാഗത്ത് 0 ആണെങ്കിൽ ഈ ഭാഗത്ത് പോസിറ്റീവ് ആണെങ്കിൽ, 0 ഉള്ള ഭാഗത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. അതൊന്നും ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. മാത്രമല്ല എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് ആണ് 1ഉം 3ഉം. ആ 1ലും 3ലും ആ ഫംഗ്ഷൻ എന്തായിരിക്കും വരിക? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ എഫ് ഡാഷ് എക്സ് ഇതാണ്. ഈ എഫ് ഡാഷ് എക്സ് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോഴും 3 ആകുമ്പോഴും 0 ആവുന്നുണ്ട്. ഇനി നമ്മൾ മൈനസ് ഇൻഫിനിറ്റിൻ്റെയും വണ്ണിൻ്റെയും ഇടക്കുള്ള ഒരു പോയിന്റ് എടുത്തു. ഞാൻ 0 എടുത്തു. ഇഷ്ടമുള്ള പോയിന്റ് എടുക്കാം. 0 എടുത്തിട്ട് ആ 0 എഫ് ഡാഷ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണ് കിട്ടിയത്. അതിനർത്ഥം ഈ ഭാഗത്ത് പോസിറ്റീവ് ആണ്. ഈ ഭാഗത്ത് പോസിറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഭാഗത്തൊക്കെ പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. ഇനി 1ൻ്റെയും 3ൻ്റെയും ഇടക്കുള്ള ഒരു പോയിന്റ് ഞാൻ എടുത്തു. ഈ പോയിന്റ് എടുത്തപ്പോൾ 1ൻ്റെയും 3ൻ്റെയും ഇടക്ക് 2 എടുക്കുന്ന വെച്ചോ. അങ്ങനെ ആകുമ്പോൾ 6 ഇൻറ്റു 2 സ്ക്വയർ 4 6 ഇൻറ്റു 4 24 മൈനസ് 24 ഇൻറ്റു 48 പ്ലസ് 80 എന്ന് പറയുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ കിട്ടുക. അഥവാ ഇത് മൈനസ് 2ൻ്റെ അവിടെ 2ൻ്റെ അവിടെ നെഗറ്റീവ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഇന്റർവെല്ലിൽ മുഴുവനായിട്ടും എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആയിരിക്കും. ചെയ്യണത് ഇതൊക്കെ എഫ് ഡാഷ് എക്സിന്റെ സിമ്പിളാണ് നോക്കുന്നത്. 3 മുതൽ ഇൻഫിനിറ്റിന്റെ അവിടെയൊക്കെ എഫ് ഡാഷ് എക്സ് എന്താ വരിക? ഒരു 3ൻ്റെയും ഇൻഫിനിറ്റി ഇടയ്ക്ക് ഒരു 4 എന്നുള്ള പോയിന്റ് എടുക്കുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് കിട്ടും. അഥവാ അവിടെ ഒരു ഭാഗത്ത് പോസിറ്റീവ് ആണെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ ഭാഗത്തും പോസിറ്റീവ് ആണ്. അഥവാ എഫ് ഡാഷ് എക്സ് ഈ ഒരു ഭാഗത്ത് പോസിറ്റീവ് ആണ്, ഈ ഒരു ഭാഗത്ത് നെഗറ്റീവ് ആണ്, ഈ ഒരു ഭാഗത്ത് പോസിറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഇല്ലേ, എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക അറിയോ? ഇത് എഫ് ഓഫ് എക്സിന്റെ ഗ്രാഫ് അവിടെ വരക്കാൻ പോണത്. ആ ഗ്രാഫ് ഇതാ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. മൈനസ് ഇൻഫിനിറ്റി മുതൽ ഈ ഒരു ഭാഗം വരെ ആ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഇങ്ങനെ എങ്ങനെയെങ്കിലും വന്നിട്ടുണ്ടാവും, ഡിക്രീസിങ് ആയി. നിനക്കറിയില്ല ഗ്രാഫ് ഇത് കൂടെ പോകുന്നു, എനിക്കറിയില്ല. എന്നാലും റഫായി വരച്ച 1 മുതൽ 3 വരെ, ഇവിടെ ഇൻക്രീസിങ് ആണല്ലേ. മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. 1 മുതൽ 3 വരെ ആ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. 3 മുതൽ ഇൻഫിനിറ്റി വരെ വീണ്ടും ആ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. ആ ഫംഗ്ഷന്റെ ഗ്രാഫ് ഏറെക്കുറെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നമ്മളിപ്പോൾ ഇത് വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, എക്സ് ആക്സും വൈ ആക്സും വരച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആ ഗ്രാഫ് ഏറെക്കുറെ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നോക്കൂ, മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെ ഫംഗ്ഷൻ ഇങ്ങനെ പോയി, 1 മുതൽ 3 വരെ ഫംഗ്ഷൻ ഇങ്ങനെ പോയി, 3 മുതൽ ഇൻഫിനിറ്റി വരെ ഫംഗ്ഷൻ അങ്ങനെ പോയി. അപ്പോൾ എക്സ് ആക്സും വൈ ആക്സും വരക്കുകയാണെങ്കിലും ഇത് ഈ എഫ് ഓഫ് എക്സ് നെഗറ്റീവ് ആണെന്നല്ല ഇവിടെ പറയണത്, എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആണെന്നല്ല പറയണത്. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്, എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആണ്. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആയാൽ എഫ് ഇൻക്രീസിങ് ആവും, എഫ് ഡാഷ് എക്സ് നെഗറ്റീവ് ആയാൽ എഫ് ഡിക്രീസിങ് ആവും, എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആയാൽ എഫ് പോസിറ്റീവ് ആവും, എഫ് ഇൻക്രീസിങ് ആവും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കി വെച്ചത്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ കിട്ടിയാൽ ആ ഫംഗ്ഷൻ എവിടേക്കാണ് ഇൻക്രീസിങ് എവിടേക്കാണ് ഡിക്രീസിങ് നോക്കണമെങ്കിൽ ആദ്യം എഫ് ഡാഷ് എക്സ് കാണും. എഫ് ഡാഷ് എക്സ് 0 എന്ന് കൊടുക്കും. അപ്പോൾ 1ഉം 3ഉം കിട്ടി. 1ഉം 3ഉം കിട്ടിയാൽ എഫ് ഡാഷ് എക്സ് 0 എന്ന് മാത്രമല്ല എഫ് ഡാഷ് എക്സ് 0യും കൊടുക്കും. എഫ് ഡിഫൈൻഡ് ആവാത്ത പോയിന്റ് ഒക്കെ എടുക്കും. പക്ഷേ ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്, അതുകൊണ്ട് എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ് മാത്രം എടുത്താൽ മതി. 1ഉം 3ഉം എടുത്തു. 1ഉം 3ഉം എടുത്ത് ഇങ്ങനെ ആ 1ഉം 3ഉം ഇടയ്ക്ക് വെച്ച് മാർക്ക് ചെയ്തു. 1ഉം 3ഉം ഇടയ്ക്ക് മൈനസ് ഇൻഫിനിറ്റി, കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ദെർഫോർ റിയൽ നമ്പർ മുഴുവൻ എടുത്തു. അപ്പോൾ ഈ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു ആർബിട്രറി പോയിന്റ് എടുത്ത് ഞാൻ 0 എടുത്തു. ആ 0 എഫ് ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് എന്ന് കിട്ടി. പോസിറ്റീവ് ആണെങ്കിൽ ഈ ഇന്റർവെൽ മുഴുവനായിട്ടും പോസിറ്റീവ് ആയിരിക്കും. അതേപോലെ ഇവിടെ നെഗറ്റീവ് കിട്ടി, ഇവിടെ പോസിറ്റീവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫ് ഇൻക്രീസിങ് ആവുന്ന ഭാഗം മൈനസ് ഇൻഫിനിറ്റി മുതൽ 1 വരെയും 3 മുതൽ ഇൻഫിനിറ്റി വരെയുമാണ്. അതേപോലെ എഫ് ഡിക്രീസിങ് ആവുന്ന ഭാഗം 1 മുതൽ 3 വരെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേറെ ഫംഗ്ഷൻ നോക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 12x സ്ക്വയർ പ്ലസ് 24x പ്ലസ് 30. ഈ ഫംഗ്ഷൻ എടുക്കാം. ഒരു വേറെ കാര്യം പറയാൻ മറന്നു.
നോക്കൂ, ഇങ്ങനെ നമുക്ക് എന്ത് കിട്ടി? എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് 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 0. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഗ്രാഫ് ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇവിടെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും, ഇവിടെ എത്തി ഒന്ന് സ്റ്റക്ക് ആവും, പിന്നെ ഡിക്രീസിങ് ആവും, കാരണം ഈ ഭാഗത്ത് ഡിക്രീസിങ് ആണ്, ഡിക്രീസിങ് ആയി വീണ്ടും ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആയി. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് ലോക്കൽ മാക്സിമ. ഈ പോയിന്റ് ആണ് ലോക്കൽ മിനിമ. ലോക്കൽ മാക്സിമ ആൻഡ് ലോക്കൽ മിനിമ. ഓക്കെ, അഥവാ ഈ പോയിന്റ് 0 ആവുന്ന 2 പോയിന്റ് കണ്ടോ, അതിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുമ്പോൾ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് എന്നല്ല അർത്ഥം. എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റും എഫ് ഡിഫൈൻഡ് ആവാത്ത പോയിന്റും. ഇത് പിന്നീട് പഠിക്കും. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സും അങ്ങനെ 0 ആവുന്ന എക്സുകളും, അതേപോലെ എഫ് ഡിഫറൻഷ്യബിൾ ആവാത്ത എക്സുകളും, ഈ രണ്ടും കൂടി ചേർന്നതാണ് ക്രിട്ടിക്കൽ പോയിന്റ് എന്നാൽ. ഓക്കെ, ഇവിടെ എഫ് ഡാഷ് എക്സ് ഡിഫൈൻഡ് ആവാത്ത പോയിന്റ് ഇല്ല, കാരണം എഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് ആയി എടുത്ത് നമ്മൾ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് മാത്രം എടുത്തു. അങ്ങനെ ഈ ഉയർന്നു നിൽക്കുന്ന പോയിന്റിനെ ലോക്കൽ മാക്സിമ എന്നും താഴെ നിൽക്കുന്ന പോയിന്റിനെ ലോക്കൽ മിനിമ എന്നും വിളിക്കും. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ക്യൂബ് മൈനസ് 12x സ്ക്വയർ പ്ലസ് 24x പ്ലസ് 13. എഫ് ഡാഷ് എക്സ് എടുത്തു. എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ 6x സ്ക്വയർ മൈനസ് 24x പ്ലസ് 24 എന്നായി. ഞാൻ ക്രിട്ടിക്കൽ പോയിന്റ് കാണാൻ പോവാ. ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റോ, എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റോ, അല്ലെങ്കിൽ എഫ് ഡാഷ് ഡിഫൈൻഡ് ആവാത്ത പോയിന്റോ, എഫ് ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റോ. എഫ് ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റോ, ആവാത്തത്, നോട്ട് ഡിഫറൻഷ്യബിൾ ആവുന്ന പോയിന്റ്. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റ് കിട്ടൂല, കാരണം എഫ് എന്നുള്ളത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, എല്ലാ ഭാഗത്തും ഡിഫറൻഷ്യബിൾ ആണ്. അപ്പൊ ഈ ഒരു ഭാഗം നോക്കുക വേണ്ട, എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് നോക്കാം. എഫ് ഡാഷ് എക്സ് എപ്പോഴൊക്കെ 0 ആവണം നോക്ക്. 6x സ്ക്വയർ മൈനസ് 24x പ്ലസ് 24 ഈക്വൽ ടു 0 ആവുമ്പോഴല്ലേ. അത് 6 ഔട്ട് സൈഡ് എടുത്താൽ എക്സ് സ്ക്വയർ മൈനസ് 4x പ്ലസ് 4 ഈക്വൽ 0 ആവുമ്പോഴല്ലേ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഒറ്റ പോയിന്റേ കിട്ടുള്ളൂ, എക്സ് ഈക്വൽ ടു. അങ്ങനെ എക്സ് ഈക്വൽ ടു കിട്ടിയാൽ ഞാൻ എക്സ് ഈക്വൽ ടു മാർക്ക് ചെയ്തു. ഇവിടെ മൈനസ് ഇൻഫിനിറ്റി എന്നും ഇവിടെ പ്ലസ് ഇൻഫിനിറ്റി എന്നും വെച്ചു. ഈ 2ന്റെയും മൈനസ് ഇൻഫിനിറ്റി ഇടയ്ക്ക് ഏതെങ്കിലും ഇഷ്ടമുള്ള പോയിന്റ് എടുത്തു. അപ്പൊ ഈ 2 എന്നുള്ള ഭാഗത്ത് എഫ് ഡാഷ് എക്സ് സിമ്പിൾ എന്താ അറിയോ? എഫ് ഡാഷ് എക്സിന്റെ സിമ്പിൾ അത് 0 ആട്ടോ. ഈ ഭാഗത്ത് എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് അല്ലേ എക്സ് ഈക്വൽ ടു. അപ്പൊ എക്സ് ഈക്വൽ ടു എഫ് ഡാഷ് എക്സ് 0 ആയല്ലേ പറ്റൂ, ഇവിടെ 0 ആയിരിക്കും. ഇനി മൈനസ് ഇൻഫിനിറ്റിന്റെയും 2ന്റെയും ഇടയ്ക്കുള്ള ഇഷ്ടമുള്ള പോയിന്റ് എടുത്തു. ഞാൻ എടുക്കാൻ പോകുന്നത് 0 എന്നുള്ള പോയിന്റ് ഇവിടെ ഉണ്ടാവും. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 6 × 0 ഇവിടെ പോസിറ്റീവ് എന്ന് കിട്ടി. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് എന്ന് കിട്ടി. അവിടെ പോസിറ്റീവ് ആണെങ്കിൽ ആൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഇവിടെ വാല്യൂ എടുത്തപ്പോൾ അത് നെഗറ്റീവ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷന്റെ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക അറിയോ? ഗ്രാഫ് അക്യുറേറ്റ് ആയിട്ടല്ല വരക്കുന്നത്, റഫ് ആയിട്ട് തന്നെ ഗ്രാഫ് വരക്കുകയാണെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും, ഈ ഭാഗത്ത് മുഴുവനായിട്ടും ഡിക്രീസ് ചെയ്യും. ഈ ഭാഗത്ത് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് അങ്ങനെ മാറുന്ന ഇത് ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. അഥവാ ഇത് ലോക്കൽ മാക്സിമം കൂടിയാണ്. ലോക്കൽ മാക്സിമ 2 എന്നുള്ള ഭാഗത്ത് ആ ഫംഗ്ഷന് ലോക്കൽ മാക്സിമം ഉണ്ടെന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടിയാലോ, മൈനസ് ഇൻഫിനിറ്റി മുതൽ 2 വരെ ആ ഫംഗ്ഷൻ ഇൻക്രീസിംഗ് ആണ്, 2 മുതൽ ഇൻഫിനിറ്റി വരെ ആ ഫംഗ്ഷൻ ഡിക്രീസിംഗ് ആണ്. ഓക്കെ, മറ്റൊരു ഫംഗ്ഷൻ നോക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ക്യൂബ് പ്ലസ് 3x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1. ഈ ഒരു ഫംഗ്ഷന്റെ പ്രത്യേകത എന്താണ്? ഇതിന്റെ കറസ്പോണ്ടിങ് എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു 6x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 6. ഇത് എഫ് ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റ് ഒന്നുമില്ല. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് കാണുമ്പോൾ എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് മാത്രം നോക്കിയാൽ മതി. 6x സ്ക്വയർ പ്ലസ് 0 ആവുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ 6x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 6 ഈക്വൽ ടു 0 ആവുന്ന പോയിന്റ്, അഥവാ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഈക്വൽ 0 ആവുന്ന പോയിന്റ്. എക്സ് ഈക്വൽ ടു -1 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് 4 × 1 × 1 ഡിവൈഡ് ബൈ 2 × 1. റൂട്ടിനുള്ളിൽ നെഗറ്റീവ് വന്നു, അഥവാ ഡിസ്ക്രിമിനന്റ് നെഗറ്റീവായി, അഥവാ കോംപ്ലക്സ് വാല്യൂസ് കിട്ടും. അപ്പൊ റിയൽ നമ്പറിൽ കോംപ്ലക്സ് വാല്യൂ ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവില്ല. ആയതുകൊണ്ട് നമ്മൾ ഇന്റർവെൽ വരക്കാട്ടോ. മൈനസ് ഇൻഫിനിറ്റിയും ഇൻഫിനിറ്റിയും വരച്ചു.
തൊട്ട് മുന്നേ നമുക്ക് കിട്ടിയ പോയിന്റ്സ് എല്ലാം ഇടയിൽ ഇൻസേർട്ട് ചെയ്തു. ഇവിടെ അങ്ങനെ ഇൻസേർട്ട് ചെയ്യാൻ ഒരു പോയിന്റ് ഇവിടെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ -∞ മുതൽ ഇൻഫിനിറ്റി വരെ എഫ് ഡാഷ് എക്സിന് ആകെ ഒരൊറ്റ സിമ്പിൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ തൊട്ട് മുമ്പ് നോക്കൂ, തൊട്ട് മുമ്പ് ഇങ്ങനെ 2 എന്നുള്ള പോയിന്റ് കിട്ടിയപ്പോൾ ഇവിടുന്നും ഒരു പോയിന്റ് എടുത്തു, അതേപോലെ ഇവിടുന്നും ഒരു പോയിന്റ് എടുത്തു. അങ്ങനെയൊന്നും ഇവിടുന്ന് എടുക്കാറില്ല. ഇവിടുന്ന് ആകെ ഒറ്റ പോയിന്റ്, ഒരു ആർബിട്രറി പോയിന്റ്, എല്ലാത്തിനും കൂടി റെപ്രസെന്റ് ചെയ്യുന്ന ഒരൊറ്റ പോയിന്റ് എടുത്താൽ മതി. ഞാൻ 0 എടുത്തു. 0 എടുത്ത് ഞാൻ എഫ് ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 6 × 0 സ്ക്വയർ പ്ലസ് 6 × 0 പ്ലസ് 6 പോസിറ്റീവ്. 6 ആണ് കിട്ടിയത്, പോസിറ്റീവ് കിട്ടിയാൽ ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും ആ ഫംഗ്ഷൻ പോസിറ്റീവ് ആണ്. അങ്ങനെ പോസിറ്റീവ് എന്ന് കിട്ടിയാൽ മീനിങ് എന്താ അറിയോ? അങ്ങനെ പോസിറ്റീവ് എന്ന് കിട്ടിയാൽ ആ ഫംഗ്ഷൻ ഇങ്ങനെ ഇൻക്രീസിങ് ആണ്. -∞ മുതൽ സോറി എക്സ് ആക്സും വൈ ആക്സും വരക്കണില്ല, ഞാൻ പറഞ്ഞത് എക്സ് ആക്സ് മാത്രം വരക്കാൻ പോകട്ടോ. ഈ ഫംഗ്ഷൻ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ഇൻക്രീസിങ് ആണ്, ഓൾവേസ് ഇൻക്രീസിങ് ആണ്. -∞ മുതൽ ഇൻഫിനിറ്റി വരെ ആ ഫംഗ്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി വേറെ ഫംഗ്ഷൻ നോക്കൂ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x cube plus 3x. f of x equal to x cube plus 3x. എന്തായിരിക്കും അതിൻ്റെ എഫ് ഡാഷ് എക്സ്? എഫ് ഡാഷ് എക്സ് വരിക 3x² പ്ലസ് 3 എന്ന് കിട്ടും. ശരിയല്ലേ? നമുക്ക് ഫംഗ്ഷൻ ഒന്ന് മാറ്റാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് ഇത് മാത്രം എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. എന്തായിരിക്കും എഫ് ഡാഷ് എക്സ് വരിക? 3x². എഫ് ഡാഷ് എക്സ് അപ്പോഴൊക്കെ 0 ആവുക. 3x² ഈക്വൽ ടു 0 ആകുമ്പോൾ, എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ 0 എന്ന് വരച്ചു. -∞, ഇൻഫിനിറ്റി. ഈ ഭാഗത്ത് എഫ് ഡാഷ് എക്സ് നോക്കി. അപ്പോൾ ഈ ഭാഗത്ത് എടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും -2 എടുക്കുമ്പോൾ 3 × -2² പോസിറ്റീവാണ് കിട്ടിയത്. ഇവിടെയൊക്കെ പോസിറ്റീവ്, ഇവിടെ 0, ഇവിടെയും പോസിറ്റീവ്. കാരണം ഇവിടെ 0 എഫ് ഡാഷ് എക്സ് 0 ആണെന്ന് മുന്നേ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെയും പോസിറ്റീവാണ്, ഇവിടെയും പോസിറ്റീവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ -∞ മുതൽ 0 വരെയും ഇൻക്രീസിങ് ആണ്, 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷന് ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക അറിയോ? ഇങ്ങനെ പോയി ഇൻക്രീസ് ചെയ്ത് ഇവിടെ നിന്ന് സ്റ്റക്കായി വീണ്ടും ഇൻക്രീസിങ് ആവും. നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? കണ്ടോ, ഈ ഗ്രാഫ് ഇങ്ങനെ പോയി ഇവിടെ 0ൻ്റെ അവിടെ സ്റ്റക്കായി വീണ്ടും ഇൻക്രീസിങ് ആയി. ഓക്കെ, അങ്ങനെ ഈ മെത്തേഡിലാണ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നോക്കുക. ഇനി വീണ്ടും നോക്കൂ, ഒരു ഫംഗ്ഷൻ, ഈ ഫംഗ്ഷന് ഇത് മാക്സിമം ആണോ മിനിമം, ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം കാണാൻ ചോദിച്ചു വെച്ചാൽ, വേറെ കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇടയ്ക്കൊരു സ്റ്റെക്ക് ഇവിടെ ഇങ്ങനെ പോയിട്ട് 0ൻ്റെ അവിടെ ഒന്നും ഇങ്ങോട്ട് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ആ ഗ്രാഫ്. ഈ ഫംഗ്ഷൻ നമ്മൾ ഇൻക്രീസിങ് ഫംഗ്ഷൻ എന്നാണ് വിളിക്കുക. നേരെ മറിച്ച് ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, പക്ഷെ ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. കാരണം -∞ മുതൽ ഇൻഫിനിറ്റി വരെ ആ ഗ്രാഫ് തിരിഞ്ഞു നോക്കാതെ ആൾവേസ് പോസിറ്റീവ് ഇങ്ങനെ കണ്ടോ, ഗ്രാഫ് കുത്തനെ ഉയർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. ഈ ഫംഗ്ഷൻ ഇൻക്രീസിങ് തന്നെയാണ്, പക്ഷേ ഈ ഗ്രാഫിന്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ പോസിറ്റീവ് ഇൻക്രീസ് ഇങ്ങനെ പോയിട്ട് ഇവിടെ സ്റ്റക്കായിട്ട് പിന്നെയാണ് ഫംഗ്ഷൻ വീണ്ടും ഇൻക്രീസിങ് ആയത് ഇൻക്രീസിങ് മാത്രമാണ്, പക്ഷെ എന്തല്ല, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ അല്ല. ഇനി ഒരു ഫംഗ്ഷനെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉപയോഗിച്ച് അത് ലോക്കൽ മാക്സിമം ആണോ ലോക്കൽ മിനിമം ആണോ അങ്ങനെ കണ്ടെത്തും. ഇപ്പോൾ ഈ ഫംഗ്ഷന്റെ ലോക്കൽ മാക്സിമം കാണണം, ലോക്കൽ മിനിമം കാണണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇപ്പോൾ ചെയ്ത് അതേപോലെ ചെയ്യുക, എന്നിട്ട് എഴുതി വെക്കുക. ദെയർഫോർ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ വരച്ചു വെക്കുക. ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും 1ൻ്റെ അവിടെ ലോക്കൽ മാക്സിമം ആണ്, 3ൻ്റെ അവിടെ ലോക്കൽ മിനിമം ആണ്. അഥവാ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് നിന്ന് നെഗറ്റീവ്ക്ക് മാറിയാൽ, അവിടെ ആ ഭാഗത്ത് ലോക്കൽ മാക്സിമം ഉണ്ടാവും. നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്ക്ക് മാറുന്ന ഈ 0 വരുന്ന ഈ ഭാഗത്ത് ലോക്കൽ മിനിമം ഉണ്ടാവും. അങ്ങനെയാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം കണ്ടെത്തുക.